ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലം ഒക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആകപ്പാടെ 6 വാക്യമുള്ളു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം 128 സങ്കീർത്തനം അല്ലേ? നമുക്ക് എല്ലാവർക്കും വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തരുന്ന സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് സങ്കീർത്തനങ്ങൾ പൊതുവേ നമുക്ക് സന്തോഷം തരുന്നതാണ്. കാരണം വായിച്ച പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വായിക്കുമ്പോഴത്തേന് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനെങ്കിലും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പം അവിടെയെല്ലാം ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നന്മകളും ഹല്ലേലൂയ ഒക്കെ അനുഭവിച്ച് അറിഞ്ഞു വരും. ഹല്ലേലൂയ. ദാവീദിന്റെ സംഗീതത്തെ പ്രത്യേകിച്ച് നമുക്ക് വായിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലായിടത്തും ഹല്ലേലൂയ, കർത്താവ് കഷ്ടങ്ങൾ വിടുവിച്ച ദൈവത്തെ കുറിച്ച്, ഉരുളിൽ കൂടെ പോകുമ്പോഴും കൂടെ ഇരിക്കുന്ന ദൈവത്തെ കുറിച്ച്, ഹല്ലേലൂയ, ആമീൻ ആമീൻ, കൈവിടാത്ത ദൈവത്തെ കുറിച്ച്, ഉയർത്തുന്ന ദൈവത്തെ, ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മളെ പോലെയല്ല, നമ്മളെ കാട്ടി ഒരുപാട് സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും ശോധനകളിലൂടെയും വേദനകളിലൂടെ ഒക്കെ കടന്നുപോയാലാണ് ദാവീദ്. അതുകൊണ്ട് എപ്പോഴും അനുഭവത്തിൽ നിന്ന് എഴുതുമ്പോഴാണ് അതിന്റെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് ആശ്വാസമാകുന്നത്. അല്ലെ? അനുഭവം ഇല്ലാത്തവര് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് നമുക്ക് ദൈവവചനം പറയുമ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ നമുക്ക് അവരെ പ്രബോധിപ്പിക്കാനും അവരെ ഉറപ്പിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും കഴിയുന്നത് നമുക്ക് കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ നോക്കാൻ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ളവർ പോലും മാനസികമായിട്ട് പലവിധ വിഷമങ്ങളിൽ കടന്നു പോകുന്ന ആൾക്കാർ. ചിലപ്പോൾ ശാരീരികമായി, ചിലപ്പോൾ മാനസികമായി, ചിലപ്പോൾ കുടുംബപരമായിരിക്കും. അപ്പൊ അങ്ങനെ പലവിധ കഷ്ടങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനായതെന്ന് വെച്ചാൽ അയാളോട് ചോദിച്ചാൽ, ഇപ്പൊ മുകേഷ് അംബാനിയോട് പോയി ചോദിച്ചാൽ അയാൾക്ക് കാണും കഷ്ടങ്ങളും വേദനകളും ഒക്കെ അല്ലേ? അപ്പൊ എല്ലാ മനുഷ്യരിലും കഷ്ടങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. ആരും ആ ഭൂമിയിൽ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങ് ഭയങ്കര സന്തോഷത്തോടും സുഖത്തോടു കൂടി തന്നെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴാ അത് പല വിധത്തിലാണെന്ന് മാത്രം. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴാ എല്ലാവരും ചിന്ത എനിക്ക് മാത്രമുള്ള കഷ്ടം, അല്ലെ എനിക്ക് മാത്രമേ ഉള്ള പ്രയാസം, അല്ലെ? പക്ഷേ നമുക്ക് മാത്രമല്ല കഷ്ടങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. എല്ലാ മനുഷ്യർക്കും അതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് ആശ്വാസമാണ്. ഇവിടെ പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യം. ഒരാളെ കുറിച്ചല്ല, ആര് ദൈവത്തെ ഭയപ്പെട്ടാലും, ആര് ദൈവത്തിന്റെ വചനം അനുസരിച്ച് നടന്നാലും അവര് ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാരെ മാത്രം കുറിച്ചല്ല പറയുന്നത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് മക്കളാകാനുള്ള അവകാശം ലഭിച്ചിരിക്കുന്നു. പക്ഷെ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ പല രീതിയിൽ അവർക്ക് സമാധാനവും സ്വസ്ഥതയൊക്കെ ആയിട്ട് നടക്കാൻ കഴിയും. ഹല്ലേലൂയ. പക്ഷേ അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ വചനം അനുസരിക്കുന്ന എന്തായാലും ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുക. അതിനകത്തുള്ളൊരു കൽപ്പനയാണ് സ്നാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ ഭയപ്പെടണം. ഭയപ്പെടാ ചെയ്യോ ദൈവം നമ്മളെ അങ്ങ് അടിക്കുമെന്നല്ല. ദൈവം എപ്പോഴും, ഞാൻ എപ്പോഴും പറഞ്ഞത്, ദൈവം എപ്പോഴും ദൈവമാണ്. ദൈവം നമ്മുടെ അപ്പനാണ്, നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്താണ്. നമ്മുടെ സ്നേഹിതനാണ്, എല്ലാമാണ്. പക്ഷെ അതേ സമയത്ത് ദൈവവുമാണ്. ആ ദൈവത്തെ നമ്മൾ ഭയപ്പെടണം. കർത്താവെ ഭയം എന്ന് വെച്ചാൽ ഞാൻ പറയും നമ്മുടെ സ്നേഹത്തിൽ നിന്നൊരു ഭയം ഉണ്ടാകാം. നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാവും. കാരണം ആ സ്നേഹം നഷ്ടപ്പെടുമോ, സ്നേഹിക്കുന്ന ആളെ വേദനിപ്പിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ നമുക്ക് ആ സ്നേഹിക്കുന്ന വ്യക്തി കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകത്തില്ല. കർത്താവിനെ വേദനിപ്പിക്കുക എന്തെങ്കിലും പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാകും. പിന്നെ നമുക്കൊരു മനസ്സമാധാനം ഇല്ലായ്മ, പിന്നെ മാപ്പൊക്കെ പറഞ്ഞ് തെറ്റൊക്കെ ഏറ്റു പറഞ്ഞ് ആ ഒരു നിരപ്പ് പ്രാപിക്കും വരെ നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ നമ്മളെ എന്താ പറയാ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ ദൈവത്തെ യഹോവയെ ഭയപ്പെട്ട് അതിന് വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അങ്ങനെ നടക്കുന്ന ആരുണ്ടെങ്കിലും, ഇത്ര ആൾക്കാർ കുറച്ചെന്നല്ല, ആരെങ്ങനെ നടന്നാൽ ഏവനും ഭാഗ്യവാൻ. എന്നിട്ട് പറഞ്ഞ് നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അപ്പൊ ആ ദൈവത്തെ ഭയപ്പെട്ട് നടക്കുന്നവർക്കുള്ള നന്മകളെ കുറിച്ച്, കുറച്ച് നന്മകളെ കുറിച്ച് ഈ അടുത്ത 5 വാക്യത്തിൽ പറയുന്നത്. ആകെപ്പാടെ 6 വാക്യമുള്ളൂ.
ആമേ അതിനകത്ത് ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ അവന്റെ കൈകളുടെ അധ്വാന ഫലം അവന് കഴിക്കാം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. പലരും ആമെ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അത് ആമെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പലവിധ ആമെ അനാവശ്യമായിട്ട് ചെലവായി പോവുകയാണ്. പക്ഷേ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്നവൻ ഒന്നാമത് തന്നെ അവന്റെ അധ്വാന ഫലം അവൻ തിന്നും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞതല്ല, നിന്റെ അധ്വാന ഫലം നീ തിന്നും, നീ പണിതെടുത്ത് നീ പാർക്കും. ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ നിന്റെ അധ്വാന ഫലം നീ തിന്നും. അപ്പൊ നീ അധ്വാനിച്ചതൊക്കെ വെറുതെ കണ്ടവര് കൊണ്ടുകൊണ്ട് പോകത്തില്ല. പലിശക്കാരായിട്ടോ അവൻ രോഗമായിട്ടോ വേറെന്തെങ്കിലും അവൻ ടാക്സ് ആയിട്ടോ അതായിട്ടോ ഇതായിട്ടോ ഒന്നും കൊണ്ടുകൊണ്ട് പോകത്തില്ല. കാരണം നീ ദൈവത്തെ ഭയപ്പെട്ട അവന്റെ വഴി നടക്കുകയാണെങ്കിൽ നിന്റെ അധ്വാന ഫലം നീ തിന്നും. ഞാൻ ഇന്നലെ നമ്മുടെ അഭിമന്യു പാസ്റ്റേട്ടുമായിട്ട് സംസാരിച്ചു. അവിടെ കിട്ടിയ സ്ഥലം എനിക്ക് 12 സെന്റ് 14 സെന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നിയമം അനുസരിച്ച് 34 സെന്റ് സ്ഥലം വേണം മിനിമമായിട്ട് നമുക്ക് ചർച്ച് പണിയണമെങ്കിൽ. അങ്ങനെ എന്തോ ഒരു നിയമമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, ആ നിയമം ഉണ്ടായിരുന്നില്ല? പറയാം, ഇല്ല ആന്റി, ആ നിയമം മാറിയായിരുന്നു ഇടയ്ക്ക്. അപ്പൊ തന്നെ ഞങ്ങൾ കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് അപ്രൂവ് ചെയ്തെടുത്തായിരുന്നു. ഹല്ലേലൂയ. കാരണം ഞാൻ ഇന്നലെ ചെന്ന സമയത്തും ചർച്ചിനെ കുറിച്ച് ദൈവം വലിയ ഒരു വിഷയം തന്നു. എന്ന് പറഞ്ഞപ്പോ ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറയും കയ്യിൽ പൈസ ഉണ്ടാകത്തില്ല, പക്ഷെ സഭ പണിയുന്ന ദൈവമാണ്, സഭ ദൈവത്തിൻ്റെതാ, അതൊന്നും പൈസ ഇല്ലെന്ന് മടിച്ചു നിൽക്കാതെ പണി സ്റ്റാർട്ട് ചെയ്തോണം, എത്രയും വേഗത്തിൽ എന്ന് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. അപ്പം ഇന്ന് ഹല്ലേലൂയ ആ ഒരു നിയമത്തെ നമുക്ക് വേണ്ടി ചില നിയമങ്ങളെ ദൈവം മാറ്റും. മനസ്സിലായില്ലേ? ഇപ്പൊ പണിയാണ്ട് ഇന്ന് ഇപ്പൊ തട്ടടി നടക്കുന്ന വാർക്കാനായിട്ട് അത്ര വരെ എത്തി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയയിലേക്ക് അങ്ങോട്ട് കയറി ഇതാകണമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെ കുറിച്ച് സംസാരിക്കണ്ടേ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ചില കാര്യത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് വേണ്ടി ചില നിയമങ്ങൾ മാറ്റുന്നത്. അല്ലെ, ഞാൻ എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു. എന്റെ മോളുടെ UK യാത്ര ഈ സാഹചര്യത്തിൽ പുള്ളി നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് എന്റെ സിറ്റുവേഷൻ ഹല്ലേലൂയ ഇത്രയും കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് വിടാനുള്ള സിറ്റുവേഷനിലല്ല ഞാനൊന്ന് അറിയാമെന്ന്. പക്ഷേ അന്നേരം ഞാൻ വിചാരിച്ചിരുന്നല്ലേ ഇതെല്ലാം നടക്കുന്നു. പക്ഷേ അതൊക്കെ നടത്താനായിട്ട് ഹല്ലേലൂയ നമ്മൾ അസാധ്യമെന്ന് നമുക്ക് കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞു, ദൈവത്തിന്റെ പ്രോമിസ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. വിജയൻ പാസ് ദൂത് പറഞ്ഞാണ്, മോള് UK പോകും, സിസ്റ്ററിന്റെ കയ്യിൽ 10ന്റെ കാശില്ലല്ലേ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. സത്യമായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. ഹല്ലേലൂയ. തന്റെ കയ്യിൽ 10ന്റെ കാശില്ലായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ അപ്പൻ വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ അത് എന്താ പറയുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവരും ഭാഗ്യവാന്മാർ. അപ്പൊ നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് നമ്മൾ ദൈവത്തിന്റെ വഴിയിലാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം ആവശ്യമുള്ളതെല്ലാം ദൈവം അപ്പാപ്പ നമുക്ക് നൽകി തരും. ഒത്തിരി അധികം നമ്മുടെ കയ്യിൽ ഉണ്ടാകുമെന്നല്ല, ഒത്തിരി നമ്മൾ കൂട്ടിവെക്കുമെന്നല്ല, പക്ഷെ നമ്മുടെ ഓരോ മുട്ടുവരുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ദൈവം എന്താവശ്യം പറഞ്ഞാലും നടത്തി, പക്ഷെ ചില ആവശ്യങ്ങൾ മാത്രം ഇങ്ങനെ പെൻഡിങ് നിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് കർത്താവെന്ന് വെച്ചാൽ കർത്താവ് മിണ്ടത്തില്ല. ഹല്ലേലൂയ. കാരണം കർത്താവിന് അതിനകത്തൊരു പർപ്പസ് ഉണ്ടെന്ന് അന്നേരമൊക്കെയാണ്. അല്ലെങ്കിൽ അത് നമ്മളെ മോശമായിട്ട് അത് എഫക്ട് ചെയ്യുമെന്ന് തോന്നുന്ന നിമിഷം കർത്താവ് അതിന്മേൽ പ്രവർത്തിക്കുന്ന എനിക്കറിയാം. നമുക്കത് ദോഷമായിട്ട് വരുമെന്ന് തോന്നുന്ന നിമിഷം, കാരണം എന്റെ ജീവിതത്തിൽ എപ്പോഴും ഞാനിങ്ങനെ ഒരുപാട് കരഞ്ഞിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോൾ അനങ്ങാതെ മൗനമായിട്ട് അപ്പൊ ഞാൻ കർത്താവ് എന്താ ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടാത്തത്, ഒന്ന് പറയത്ത പോലും ഇല്ല. ചോദിച്ച സസ്പെൻസ് എന്ന് പറയുന്നതൊക്കെ ഒരു 1-2 പ്രാവശ്യം ചോദിച്ചപ്പോ സസ്പെൻസ്, പിന്നെ ചേച്ചി പറഞ്ഞ് സസ്പെൻസിന്റെ അർത്ഥം അറിയില്ല വെച്ചാൽ പിന്നെ ഞാൻ ചോദിക്കാറില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ നമ്മുടെ ചില കാര്യങ്ങളിൽ മൗനതയാണ്. സാറാ മിസ്റ്റർ ജീവിതത്തിൽ ഇങ്ങനെ മൗനതയില്ലേ? ഉണ്ട്. ഒരു കാര്യത്തിന് ബാക്കിയെല്ലാം നടക്കും, ഒരു കാര്യം മാത്രം ഇങ്ങനെ പെൻഡിങ് ഇരിക്കുകയാണ്. എന്താ കർത്താവ് വെച്ചാൽ കർത്താവ് അതിൽ മൗനമായിരിക്കും, മറുപടി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. പക്ഷെ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. വാക്ക് പറഞ്ഞ തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വേണ്ടുന്നതെല്ലാം നിന്റെ അടുക്കിലേക്ക് വരുമെന്നാ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. 60-ാം അധ്യായത്തെ യെശയ്യാ പ്രവചനം 60 ഇങ്ങോട്ട് പോണ്ട, സകലം നിന്റെ അടുക്കൽ, രാജാക്കന്മാർ നിന്റെ അടുക്കിലേക്ക് വരും. ചെറ്റൊട്ടകൾ നിന്റെ അടുക്കിലേക്ക് വരും. തർശീഷ് നിന്റെ അടുക്കിലേക്ക് വരും. എന്ന് പറയുന്ന പോലെ നമുക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾ നിൽക്കുന്നിടത്തേക്ക് നമ്മുടെ അടുക്കിലേക്ക് വരും.
അത് പ്രവർത്തിക്കുന്ന ആര് മുഖാന്തരമാണെന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. അപ്പം അത് നമ്മുടെ എടുക്കുക. അതുപോലെ ഇവിടെ പറയുന്നത് നിന്റെ കൈകളുടെ അധ്വാനഫലം നീ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും നഷ്ടപ്പെടത്തില്ല. നമ്മുടെ പണ്ടൊക്കെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കും അതൊക്കെ വല്ലവരും കൊണ്ടുവന്ന് പറഞ്ഞതൊക്കെയാണ്. പക്ഷേ ഇനി മുതൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ അധ്വാനഫലം നമ്മൾ തന്നെ തിന്നും. നമ്മൾ പറയണം അത്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന നന്മകൾ എടുത്തിട്ട് പറയണം, കർത്താവ് ഇതൊന്നും ആർക്കും ദൈവഹിതമല്ലാത്ത ഒരിടത്തേക്കും ഇത് പോകാൻ പാടില്ല. ഹല്ലേലൂയ. ഇത് എനിക്ക് ദൈവം തന്ന നന്മയാണെങ്കിൽ ഇത് എനിക്കുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ പറയണം, ദൈവമേ ഈ നന്മ എനിക്കുള്ളതാണ്, എനിക്ക് തന്ന അവകാശമാണ്. അവരുടെ എപ്പോഴും പറയും നമ്മുടെ അവകാശമാണ്. നമ്മുടെ മാതാപിതാക്കന്മാരെ നോക്കി പറയണം, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ദൈവം തന്ന അവകാശമാണ്, ഇതിനെ കൊണ്ട് ശത്രുവിനെ ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അപ്പം വീണ്ടും പറയുന്നത് നീ ഭാഗ്യവാനാണ്. എന്താ? ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നവരെ കുറിച്ച് പറഞ്ഞു, നീ ഭാഗ്യവാനാണ്, നിനക്ക് നന്മ വരും. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്ന നന്മയല്ല നമ്മുടെ ജീവിതത്തിൽ, അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന. അതുണ്ടോ എന്ന് വെച്ചാൽ ഭൗതിക നന്മകൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട് നമുക്ക് ഭൗതിക നന്മ. പക്ഷേ നിനക്ക് നന്മ വരും വെച്ചാൽ നമ്മൾ ലോകം കാണാത്ത നന്മ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലരും ചോദിക്കും പ്രാർത്ഥിക്കപ്പെട്ട് എന്ത് കിട്ടിയെന്ന്. അവർക്ക് കാണാൻ കഴിയാത്ത പലതും നമുക്ക് കിട്ടി. ഒന്നാണ് പുത്രത്വം കിട്ടിയത്. ഹല്ലേലൂയ. നിശ്ചയത നമുക്ക് ലഭിച്ചത്. ഹല്ലേലൂയ. മക്കൾ രക്ഷയുടെ സന്തോഷം അറിയാനുള്ള സമാധാനം ലഭിച്ചു. ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്കുണ്ട്. ലോകത്തിനെ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ അവർക്ക് അതൊന്നും മനസ്സിലായില്ലേ. അവർക്ക് ലഭിക്കാത്ത പലതും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നീ ചോദിക്കുന്നതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ മറുപടി പറയണം. നിങ്ങൾക്ക് അറിയാത്ത പലതും എനിക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പലതും എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ അടുത്ത, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കിട്ട് ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. മുന്തിരിവള്ളിയെ കുറിച്ചും ഒലിവ് തൈയെ കുറിച്ചും പറഞ്ഞ ഏറ്റവും ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ്ങിനെ കാണിക്കുന്നതാണ് ഹാലയിലെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ. ഹല്ലേലൂയ. അപ്പം ഭാര്യ മുന്തിരിവള്ളി പോലെ. ഇവിടെ പറഞ്ഞ ഫലപ്രദമായ മുന്തിരി, വെറുതെ കാട്ടുമുന്തിരിങ്ങ പിടിക്കുന്നതോ കായ്ക്കാത്ത മുന്തിരിവള്ളി എന്നല്ല, ഫലപ്രദമായ ഫലപുഷ്ടമായ ഒരു മുന്തിരിവള്ളിയാണ് ഭാര്യ. അവളിങ്ങനെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഫ്രൂട്ട്ഫുൾ ആയിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പൊ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. ഒലിവിനെ കുറിച്ച് എനിക്ക് പണ്ട് ഇപ്പോഴും എനിക്കത് വിജയപാസ്റ്റ് പറഞ്ഞു. ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്ന ദൈവത്തിന്റെ ആലയത്തിന്റെ ഒലിവിനെ കുറിച്ച് പ്രസംഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ഇതുവരെ പ്രസംഗിച്ചിട്ട് ഓർമ്മിപ്പിക്കണേ. ഹാലയിലൂയ. അപ്പൊ ഒലിവ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനം ദൈവത്തിന്റെ അടുക്കൽ. അപ്പൊ അതുകൊണ്ട് മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവര് എപ്പോഴും ആ ദൈവത്തിന്റെ കൃപയിലും സാന്നിധ്യത്തിലും ആയിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. ഹല്ലേലൂയ. അടുത്ത പറയുന്നത് യഹോ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഹല്ലേലൂയ. അപ്പൊ യഹോ ഭക്തന ദൈവം എങ്ങനെ അനുഗ്രഹിക്കും? എങ്ങനെയാ? ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊന്നും കൂടാതെ അടുത്ത പറയുന്നത് യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഭവനത്തിൽ നിന്ന് ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കും അവന്. ഹല്ലേലൂയ. അടുത്ത പറയുന്നത് നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരുശലേമിന്റെ നന്മയെ കാണും. യെരുശലേമിന്റെ നന്മ എപ്പോഴും നോക്കുമ്പോ ആത്മീക നന്മയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നല്ലേ, ഒരു ഭൗതിക നന്മയല്ല. അപ്പൊ ആയുഷ്കാലമൊക്കെയും ദൈവത്തിന്റെ ഹല്ലേലൂയ ആത്മീയമായിട്ടുള്ള സകല നന്മകൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. ഹല്ലേലൂയ. അടുത്ത പറയുന്നത് നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. സമാധാനം ഉണ്ട്. അപ്പൊ നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഹല്ലേലൂയ. എന്ന് വെച്ചാ ആയുഷ്കാലം തികയാതെ വാർദ്ധക്യത്തിലേക്ക് നല്ല വാർദ്ധക്യത്തിൽ നരച്ച നരയോ എന്നൊക്കെ പറയുന്നത് മക്കളെ കൊച്ചുമക്കളെയൊക്കെ കണ്ട് ഹല്ലേലൂയ അവരെയൊക്കെ കണ്ട് സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം ലോകത്ത് പലരും ഇന്ന് നമ്മൾ കാണുന്ന പലരും ഹല്ലേലൂയ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ന് ഏകദേശം ഏറ്റവും കൂടുതൽ മരണം നടക്കുന്ന 40-നും 50-നും ഇടയ്ക്കുള്ള ആൾക്കാരുടെയാണ്. ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്നതിന് ദീർഘായുസ് ഉണ്ടാകുന്ന ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പലരും മക്കളുടെ മക്കളെയൊക്കെ കണ്ടവരായിട്ട് ഞാൻ ഒഴികെ മക്കളെ കണ്ടിട്ടുണ്ട്, മക്കളെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഇനി അവരുടെ മക്കളെ, എന്റെ അമ്മയുടെ അമ്മയൊക്കെ എന്നൊക്കെ എത്ര ജനറേഷൻ കണ്ടെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഹല്ലേലൂയ മക്കളെ അവരുടെ മക്കളെ ഒക്കെ കണ്ടിട്ടാ പോയത്. 100+ ഇയേഴ്സ് ജീവിച്ചിട്ടാ പോയത്. ഹല്ലേലൂയ. അപ്പോ
ആമീൻ സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഹാലയിൽ അങ്ങനെ കൊച്ചുമക്കളെയൊക്കെ കെട്ടിക്കാത്ത. മറ്റുള്ളവരുടെ കൊച്ചുമക്കളെ കെട്ടിച്ച് അവരുടെ മക്കളെ അങ്ങനെ അത്രേ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഹാലയിൽ. അപ്പം അവരെയൊക്കെ കണ്ടിട്ടാ പോയത്. ഹലദീർ കായ്സ് ഹാലയിൽ. അപ്പൊ ഇവിടെ എല്ലാം ഇതൊക്കെ ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ പോയിട്ട് കുറച്ച് നേർച്ചകൾ ചെയ്യണം. കുറച്ച് കുറെ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ എണ്ണ നിങ്ങൾ ചാരിറ്റി ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തരുമെന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. അല്ല, ഹാലയിലെ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടന്നാൽ മാത്രം മതി. നമ്മൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴികളിൽ നടന്നാൽ മാത്രം മതി ഹാല. അങ്ങനെയുള്ളവർക്കുള്ള ഭാഗ്യത്തെ കുറിച്ച് പറഞ്ഞു ഹാലി. അപ്പൊ നമുക്ക് ഇറ്റ്സ് സിമ്പിൾ ആണോ എന്ന് വെച്ചാൽ സിമ്പിൾ അല്ല, ഈസി ആണോ വെച്ചാൽ ഈസി അല്ല. എന്നാൽ ഇത് ഈസി ആണോ വെച്ചാൽ ഈസിയാണ്. ഹാലേലിയ. ശീലമാക്കുക കഴിഞ്ഞാൽ നമുക്ക് അത് ആ ചട്ടങ്ങളും പ്രമാണങ്ങളും നടന്നു കഴിഞ്ഞാൽ ഹാലേലിയ എന്നാ നമുക്ക് ഫൈറ്റിംഗ് ഉണ്ടാകും. ഒരാള് ഇപ്പൊ വിശുദ്ധിയിൽ നടക്കാനും തീരുമാനിച്ച് വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞ പിന്നെ വിശുദ്ധിയെ സംബന്ധിക്കുന്ന ഫൈറ്റിംഗ് അവന്റെ മേലുണ്ടാവും. ഹാലലിയ. അപ്പൊ നമ്മൾ വചനം അനുസരിച്ച് നടക്കണമെന്ന് വെച്ചാൽ വചനത്തിൽ നിന്ന് നമ്മളെ വ്യതിയേൽപ്പിക്കാനുള്ള ഫൈറ്റിംഗ് നമ്മുടെ നേരെ വരും. പൈശാചിക മണ്ഡലം കൊണ്ടുവരുന്നതിനെക്കാട്ടിക്കുള്ള നമ്മുടെ ജഡം നമ്മളോട് പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. കാരണം ജഡം എപ്പോഴും ആത്മാവിന് വിരോധമാണ്. പക്ഷെ ഇതെല്ലാം ആയിരിക്കുന്ന സമയത്തും നമ്മൾ മനസ്സ് വെച്ച് ഹാലേലിയ നമ്മുടെ ഭാഗത്ത് ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാകുമ്പോൾ ആ കുറവുകളെ ഏറ്റു പറഞ്ഞ് ഹാലേലിയ യഥാസ്ഥാനപ്പെട്ട് ഓരോ ദിവസം നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കാൻ കഴിയും. ഹാലേലിയ. അപ്പൊ വചനം നമ്മുടെ കാലും ദൈവം പാതയ്ക്ക് പ്രകാശമായിരുന്നു കഴിഞ്ഞാൽ ഹാലേലിയ വചനം വിട്ട് എടുത്തോട്ടോ വലത്തോട്ടോ പോകാതെ ജോഷുവോട് പറഞ്ഞ കാര്യം നമ്മൾ മറന്നുപോലെ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരം നിൽക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് പറഞ്ഞ് ഈ ന്യായപ്രമാണം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഇതൊക്കെ നീ പ്രമാണിക്കണം. അതിന് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ഹാലി. നമുക്ക് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ പ്രമാണിക്കണം. കുറച്ച് ഉറപ്പും ധൈര്യമൊക്കെ വേണം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പല എതിരുകൾ നിൽപ്പുണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കും ഹാലയില് നമ്മുടെ ഹാല സ്വന്തക്കാര് ബന്ധുക്കൾ ഈ പറഞ്ഞ പലരും, പിന്നെ പൈശാചിയം മണ്ഡലം നമ്മുടെ ചെടം, ഇതൊക്കെ നമ്മളോട് നിൽക്കുമ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് വ്യതിയേൽപ്പിക്കാന്ന് വിചാരിക്കണം. നമ്മൾ നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തെ ഭയപ്പെട്ട അവന്റെ വഴി നടക്കാൻ വേണ്ടി. അങ്ങനെയുള്ളവർ ഭാഗ്യമാണ്. ഈ 6 വാക്യമേ ഉള്ളെങ്കിൽ ഹലയില് ഏറ്റവും നമുക്ക് ഏറ്റവും സന്തോഷമൊക്കെ അനുഗ്രഹം ഒക്കെ തോന്നുന്നൊരു ഒരു സങ്കീർത്തനമാണത്. ഇത് ആരോഹണ ഗീതം എന്ന് പറയുന്ന ഹാലയിലേക്ക് അവർ ആ മുകളിലേക്ക് കയറുമ്പോൾ ഹാലയിലിയ അമേൻ ഹാലയില് പാടിക്കൊണ്ട് കയറുന്ന ഹാലയിലിയ സങ്കീർത്തനമാണ്. ഇതിന്റെ 127 സങ്കീർത്തനൊക്കെ ഒരു ഭവനത്തിന്റെ ഇതിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പല ഇത് താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ഹാലയില കുറച്ച് സങ്കീർത്തനങ്ങൾ അങ്ങനെ തന്നെ ആരോഹണ ഗീതമായിട്ട് എഴുതിയേക്കുന്നത്. അപ്പൊ ഈ വചനം ഹാലയിലിയ നമുക്ക് ചെറിയൊരു ഹാലയിലിയ പ്രബോധന ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ച കാലത്തിന് സമയം എടുക്കണ്ടെന്ന് വിചാരിച്ച് ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.